ഒരിക്കൽ ന്യൂസിലൻഡ് പാർലമെൻറ്റിൽ നടന്ന ഒരു സംഭവം വീഡിയോയിലൂടെ കാണാൻ സാധിച്ചു. പാർലമെൻറ്റിൽ മൗറി ആദിവാസികൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ ജയിച്ചു വന്ന ഒരു വനിതാ അംഗം മൗറി കൾച്ചറിലുള്ള ഒരു പ്രതിരോധ സമ്പ്രദായം പാർലമെൻറ്റിൽ ആവിഷ്കരിച്ചു. മൗറികളായി ജയിച്ചു വന്നവരെല്ലാം അതിൽ പങ്കെടുത്തു. ഇത് ലോക വാർത്തയായി മാറി, എല്ലാവരും കാണാനിടയായി. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പാർലമെൻറ്റിൻ്റെ മുമ്പിലാണ്. 45,000 ചതുരശ്ര മീറ്റർ നല്ല വീതിയിൽ പണിതിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്രയും സ്ഥലത്ത് പണിതിട്ടിരിക്കുന്ന നല്ല സുന്ദരമായ ഒരു മന്ദിരത്തിൻ്റെ മുമ്പിലാണ്. ഇതിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. ന്യൂസിലാൻഡിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ രൂപപ്പെട്ടത്? വില്ലിംഗ്ടണിൽ ഏറ്റവും കൂടുതൽ ഹാഷ്ടാഗ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ് അവിടെ കൂടുതലുള്ളത്. ഈ ഹാഷ്ടാഗ് ക്രിസ്ത്യൻ ഗ്രൂപ്പ് എങ്ങനെയാണ് വളർന്നത്, ഇതെവിടെയാണ് തുടങ്ങിയതെന്ന് നോക്കിയപ്പോൾ വില്ലിംഗ്ടണിൽ തന്നെയാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത്. 4-5 പേരുള്ള കുറച്ച് പേർ ചേർന്ന് ഒരു കച്ചിത്തുറുവിൻ്റെ കീഴിലിരുന്നു കൊണ്ട് അവർ യോഗ പരിപാടികൾ ആരംഭിച്ചു. അതാണ് വില്ലിംഗ്ടണിലെ ആദ്യത്തെ ക്രിസ്തീയ പ്രാർത്ഥനാ യോഗം. ആ പ്രാർത്ഥനാ യോഗത്തെ ഹാഷ്ടാഗ് പ്രാർത്ഥനാ യോഗം എന്നാണ് പറയുന്നത്. അമേരിക്കൻ മിഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവരിവിടെ തുടങ്ങിയിരിക്കുന്നത്. പിന്നീട് അത് വളർന്നു. കച്ചിത്തുറുവിൻ്റെ കീഴിൽ നിന്ന് തുടങ്ങിയ പ്രാർത്ഥനാ യോഗം വില്ലിംഗ്ടണിൽ പല ഗ്രൂപ്പുകളായി അത് വളർന്നു വരുവാൻ ഇടയായി. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പാർലമെൻറ്റിലാണ് പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാരുടെ എല്ലാം ഓഫീസുകൾ. 1977 ഇത് പൂർത്തീകരിച്ചതാണ്. ഈ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു പ്രതിമയുണ്ട്. എന്നെ സെഡൻ പ്രതിമ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫുൾ പേരെന്ന് പറയുന്നത് റിച്ചാർഡ് ജോൺ സെഡൻ എന്നാണ്. 1915 ഈ പ്രതിമ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി പാർലമെൻറ്റിൽ ഇരുന്ന ആൾ എന്നുള്ള ബഹുമാനപൂർവമാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ എൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ന്യൂസിലാൻഡിൽ ക്രിസ്ത്യാനികൾ രൂപപ്പെട്ടതെന്നുള്ള ചിന്ത കടന്നുകൂടി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മഞ്ഞ കെട്ടിടം എൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞു. കൂടെ നിന്ന ഒരാൾ പറഞ്ഞു വന്ന് ഇത് ലൈബ്രറിയാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇത് വിക്ടോറിയൻ ഗോതിക് ശൈലിയിൽ പണിതിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ പണിത ഒരു ലൈബ്രറി കെട്ടിടമാണത്. 1898 ഇത് പൂർത്തിയായതാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ പ്രേതമുണ്ട്. ഇതിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും ആരും പോകില്ല. അവിടെ പ്രേതത്തിൻ്റെ പല സാന്നിധ്യങ്ങൾ പലരും കണ്ടു തുടങ്ങി. ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ കെട്ടിടത്തെക്കുറിച്ചുണ്ട്. രാത്രി നിലവിളി കേൾക്കുക, രാത്രിയിൽ ആളനക്കം കാണുക, ശബ്ദം കേൾക്കുക, ഇങ്ങനെ തുടങ്ങിയ പല അഭിപ്രായങ്ങൾ ഇവിടെയുള്ളവർ പറയുന്നതിനാൽ പ്രേതബാധ ഉള്ള ഒരു കെട്ടിടമായിട്ടാണ് ഇതിനെ കാണുന്നത്. 1898 പൂർത്തിയായ ഈ കെട്ടിടത്തെ ജനറൽ അസംബ്ലി ലൈബ്രറി എന്ന് വിളിക്കപ്പെടുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി നടക്കുവാനായിട്ട് തീരുമാനമെടുത്തു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വില്ലിംഗ്ടണിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനാണ്. 1937 ജൂണിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആകുന്നത്. ഇതിൻ്റെ ഡിസൈനൊക്കെ വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എഡോറിക് നിറകളിലുള്ള ഒരു വലിയ കൊളനൈഡൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽ പതിഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടു മുമ്പിലുള്ള പാർക്കിൽ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയാണ് കാണാൻ സാധിച്ചത്. മഹാത്മാഗാന്ധിജി അഹിംസയും തത്വചിന്തയും വളർത്തിയെടുത്ത ആളാണ്. അതിലൂടെയാണ് സ്വാതന്ത്ര്യ സമരം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. ന്യൂസിലൻഡിലെ ഗാന്ധിയുടെ പ്രതിമയ്ക്കും ഗാന്ധിയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. അതിന് കാരണം 1930 ഗാന്ധിജി നടത്തിയ പ്രശസ്തമായ സാൾട്ട് മാർച്ച്, ഉപ്പ് സത്യാഗ്രഹം എന്ന് നമ്മൾ വിളിക്കാറുണ്ടല്ലോ, അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് വടിയുമായി നടക്കുന്ന ഗാന്ധിയുടെ
ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. യഥാർത്ഥ ഈ ന്യൂസിലൻഡ് മൗറികളുടെയാണ്. 1250 മുതൽ വേട്ടയാടി അറിയപ്പെട്ടിരുന്ന മൗറികൾ ഇവിടെ കടന്നു വരികയുണ്ടായി. ഇവർ യഥാർത്ഥത്തിൽ കിഴക്കൻ പോളിനേഷ്യൻ ജനതയാണ്. അതിൽ നിന്നാണ് മൗറികൾ എന്ന പേരിൽ ഇവിടെ അറിയപ്പെട്ടു തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഇവർ കിഴക്കൻ പോളിനേഷ്യൻ ആൾക്കാരാണ്. ഇവർ വേട്ടയാടി ജീവിക്കുകയാണ് ഇവരുടെ പ്രധാന തൊഴിൽ. പോളിനേഷ്യൻ ജനതയിൽപ്പെട്ട ഗോത്രവിഭാഗം ന്യൂസിലൻഡ് തീരദേശത്ത് എത്തിയ അവർ പുതിയ കൾച്ചർ രൂപപ്പെടുത്തിയെടുത്തു. അതായത് പോളിനേഷ്യൻ ജനതയുടെ കൾച്ചർ അവർ വിട്ടുകളഞ്ഞു. ഈ ന്യൂസിലൻഡിൽ വന്ന മൗറികൾ അവരുടേതായ ഒരു കൾച്ചർ രൂപപ്പെടുത്തി. അങ്ങനെ ഇവർ പോളിനേഷ്യൻ രീതികളെല്ലാം ഇവർ തലമുറയായിട്ട് ഇവർ കൊണ്ടുവന്ന അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന പോളിനേഷ്യൻ രീതിയെല്ലാം ഇവർ ഇവിടെ വന്നപ്പോൾ മാറ്റി. ന്യൂസിലൻഡ് തീരദേശത്ത് വന്നവരെല്ലാവരും അവരുടേതായ ഒരു മൗറി കൾച്ചർ രൂപപ്പെടുത്തിയെടുത്തു. ഇവർക്ക് ദൈവസങ്കല്പങ്ങളുണ്ടായിരുന്നു, ഇവർക്ക് നേർച്ചകളുണ്ടായിരുന്നു. അതെല്ലാം വളരെ വിചിത്രമാണ്. മിക്കുള്ളത് പൈശാചികമായ ഒരു വ്യവസ്ഥയിലൂടെ രൂപീകരിച്ച പലതും അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് CMS ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. കത്തോലിക്കരോ മറ്റ് ഓർത്തഡോക്സ് വിഭാഗങ്ങളല്ല വന്നത്, CMSകാരാണ്. അവർ വന്നിട്ട് അവരാണ് ആദ്യമായിട്ട് മൗറികളുമായിട്ട് കുറച്ചുപേരെ കൂടിക്കാഴ്ച നടത്തുകയും ഒരു ചെറിയൊരു കൂട്ടായ്മ അവർ തുടങ്ങുകയും ചെയ്തു. ന്യൂ സൗത്ത് വെയിൽസിലെ പീനൽ കോളനിയിലെ ചാപ്ലൈൻ ആയിരുന്ന സാമുവൽ മാഡ്സൺ ആയിരുന്നു ന്യൂസിലൻഡിലേക്ക് ആദ്യമായി ക്രിസ്തു മതം കൊണ്ടുവന്നത്. 1814 ഡിസംബർ 25 നടന്ന ആദ്യത്തെ കൂട്ടായ്മയിൽ 300 മൗറികളാണ് പങ്കെടുത്തത്. ഈ മാർസനും മൗറിയുടെ തലവൻ റുവാറ്റരെയും തമ്മിലുള്ള ഒരു നല്ലൊരു ബന്ധം ഉണ്ടായി. അവർ തമ്മിൽ നല്ല ബന്ധത്തിലായി. അങ്ങനെ മൗറിയുടെ തലവൻ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുകയും അദ്ദേഹം ഈ യേശുവിനെ ഈ ഗോത്രത്തിലുള്ള സകലർക്കും നൽകുവാനായിട്ട് അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് മൗറികളെല്ലാം ക്രിസ്ത്യാനിയായി മാറിയത്. അങ്ങനെ ആദ്യത്തെ ഒരു പള്ളി അവർ ചെറിയൊരു പള്ളി സ്ഥാപിച്ചു. ഇന്ന് ആ പള്ളി അതൊക്കെ മാറി. ഇന്ന് ആ പള്ളി കാണുമ്പോൾ ആ പഴയ രീതിയല്ല, ആധുനിക രീതിയിലുള്ള അവസ്ഥയിൽ ആ പള്ളി പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമേ ചെറിയ പള്ളിയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഈ CMS മിഷണറിമാർ അനേകം മൗറികളെ ക്രിസ്ത്യാനികളാക്കി മാറ്റിയത് സുവിശേഷം അറിയിച്ചിട്ട് തന്നെയാണ്. വേദപുസ്തകം പഠിപ്പിച്ചവരെ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു, അവരെ പുതിയ കൾച്ചർ പഠിപ്പിച്ചു. ഇവർ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള മൗറികൾ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയും കുറച്ചും കൂടെ ആധുനികപരമായ രീതിയിൽ അവർ ചിന്തിക്കാനൊക്കെ അവർ തുടങ്ങി. പിന്നീട് മൗറി വിഭാഗങ്ങൾ പലതും ക്രിസ്ത്യാനികളായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ മൗറികളിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. ഇങ്ങനെ ഈ ക്രിസ്ത്യാനികളായെങ്കിലും അവരുടെ ആ കൾച്ചർ ഇവിടെ വന്ന് അവരുടെ പിതാക്കന്മാർ രൂപപ്പെടുത്തിയ ആ കൾച്ചർ നിന്ന് മാറുവാൻ അവർ തയ്യാറായില്ല. അവരുടെ ദേഹം മൊത്തം അവർ ഡിസൈൻ ചെയ്ത് ടാറ്റു ഒക്കെ കുത്തി നടക്കുന്ന ഒരു രീതിയാണ്. ആ മൗറി കൾച്ചറിനെ കുറിച്ച് പിന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ന്യൂസിലൻഡിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ആരാധന പുറപ്പെട്ടത് 1814 ഡിസംബർ 25 അതുകൊണ്ട് ന്യൂസിലൻഡിൽ ക്രിസ്മസ് എത്തുമ്പോൾ ആ ന്യൂസിലൻഡ് മൊത്തവും അലങ്കാരമായിരിക്കും, നല്ല രസമായിരിക്കും ക്രിസ്മസ് സമയത്ത് കാണുവാൻ. കാരണം ന്യൂസിലൻഡിലെ ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ഉത്സവം തന്നെ 1814 ഡിസംബർ 25 അതുകൊണ്ട് 2 ആഘോഷങ്ങളാണ്. അവരൊന്ന് ക്രിസ്മസ് ആഘോഷവും 2 ആദ്യമായി ക്രിസ്തീയ സമൂഹം രൂപപ്പെട്ടതിൻ്റെ ആഘോഷം കൂടെ ഒന്നിച്ചാണ് അവർ ആഘോഷിക്കാറുള്ളത്. ആദ്യകാല ക്രിസ്ത്യാനികളുടെ ജീവിതം എപ്രകാരമായിരുന്നു, ക്രിസ്ത്യാനികളായിട്ടും ഇപ്പോഴും ആ ഗോത്ര കൾച്ചർ പിന്തുടരുന്നവരാരൊക്കെ തുടങ്ങിയ അനേകം പഠനങ്ങളുമായിട്ട് ഈ ചാനലിൽ വീഡിയോകൾ ഉണ്ടാകും. അതോടൊപ്പം സുവിശേഷ വീഡിയോകളുണ്ടാകും, റിസർച്ച് വീഡിയോകളുണ്ടാകും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.